ഹലോ ഫ്ലൈവീലേഴ്സ്, ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കാറിൻ്റെ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ നോക്കാനാണ്. ഈ കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ, ലെക്സസിൻ്റെ LX570 ആണ്. ഇതിന് എന്ത് കൺവേർഷനാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മുമ്പ് നോക്കുമ്പോൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കൺവേർഷൻസ് എല്ലാം ഉള്ളത് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ എല്ലാം ഉള്ളത് അണ്ടർ ദ ബോഡിയും ബിഹൈൻഡും ആണ്. കാരണം നമുക്കറിയാം, ഇന്ന് ലോകത്ത് SUV ട്രെൻഡാണ്. എസ്പെഷ്യലി ലക്ഷറി സെഗ്മെൻറ്റിൽ ഒരുപാട് SUVകൾ ഇറങ്ങുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് വളരെ കേപ്പബിൾ SUVകളാണ്. ശരിക്കും റിയലി ഓഫ് റോഡിന് കേപ്പബിൾ ആയിട്ടുള്ള പല SUVകളുണ്ട്. പക്ഷെ എത്രത്തോളം ആളുകൾ അത് ഓഫ് റോഡിന് ഉപയോഗിക്കുന്നുണ്ട്, ഇതാണ് വലിയൊരു ഫാക്ടർ. സാധാരണ ഇങ്ങനത്തെ വണ്ടികൾ നമ്മൾ കാണാറില്ല ഓൺ റോഡിൽ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും മാനുഫാക്ചേഴ്സ് ഓൺ റോഡിൽ കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വണ്ടികൾ ഇറക്കാറുള്ളത്. പക്ഷേ ചില ഓഫ് റോഡ് ഘട്ടത്തിൽ പോകുമ്പം ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാലേ ഓഫ് റോഡിൽ റിയൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത്. ആ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് മാറ്റങ്ങളാണ്. അത് ചെയ്തിരിക്കുന്ന ഓട്ടോസ്റ്റാക്കാണ്. ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. വെൽക്കം ടു ഫ്ലൈവീൽ. സാധാരണ ഒരു ലെക്സസ് LX570 ഒരു ടഫ് ഓഫ് റോഡിങ്ങിന് ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിനുള്ള ഉത്തരമുള്ളത് എൻ്റെ ഒരു അനുഭവമാണ്. 2007 ഞാൻ ഇത് G-Wagon വാങ്ങി. 2008 ഞാൻ അത് പണിതാൻ എൻ്റെ ബാംഗ്ലൂരിലുള്ള ഫ്രണ്ടിന് കൊടുത്തു. ശിവദാസ് എന്നായിരുന്നു പേര്, മെക്കാനിക്കായിരുന്നു. പുള്ളി 10-13 വർഷം പുറത്തെല്ലാം വർക്ക് ചെയ്ത് ബെൻസിലും പോർഷേൻ്റെ കമ്പനി മെക്കാനിക്കലായിരുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ വണ്ടിൻ്റെ വർക്കെല്ലാം നോക്കാൻ വേണ്ടി പോയപ്പം പുള്ളിയുണ്ട് ബാംഗ്ലൂരിൽ നിന്നും പോകാൻ നിൽക്കുക, ബാഗിൽ റെഡി ആയി നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ വന്നതെന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഒരു അത്യാവശ്യത്തിന് എനിക്ക് ഹൈദരാബാദ് വരെ പോകണം, അവിടെ ഹെലികോപ്റ്റർ ചോപ്പർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹെലികോപ്റ്ററിലും കൊണ്ടു പോകുന്നത്. അപ്പോൾ ഹൈദരാബാദ് പോയിട്ട് അവിടെ നിന്നും ഒരു മൈനിൽ, ഏതൊരു ആന്ധ്രയിലൊരു മൈനിൽ പോകണം. ഞാൻ മൈനിൽ പോകണേ സാധാരണ നമ്മൾ വലിയ ഡംപ് ട്രക്കെല്ലാം റിപ്പയർ ചെയ്യാൻ പോകുന്ന കരുത്. അപ്പോൾ ഞാൻ ചെയ്ത് ട്രക്കല്ല, ഒരു പോഷ കായൻ അവിടെ കിടക്കുന്നുണ്ട് ബ്രേക്ക് ഡൗൺ ആയിട്ട്, അത് റിപ്പയർ ചെയ്യണമെന്ന്. ഞാൻ പോഷ് കാൻ മൈനിലോ, കാരണം ആ മൈനിൻ്റെ ഓണർ പോഷ് കാനാണ് മൈനിൽ ഉപയോഗിക്കുന്നത്. ഞാൻ വെച്ചാൽ പുള്ളി വേറെ ഏതൊക്കെ വണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ നാട്ടിൽ ഉപയോഗിക്കുന്ന ബെൻലി മുൾസാനും അങ്ങനെയുള്ള കുറേ വണ്ടികളാണ്. പുള്ളി അവിടെ മൈനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോഷ് കാന് അതിന് വേണ്ടിയുള്ള ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. ടയറെല്ലാം കാര്യങ്ങളെല്ലാം 80 ടയറിലാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം പറഞ്ഞു. ഇത് എന്നെ ഫസ്റ്റ് അത്ഭുതപ്പെടുത്തിയിരുന്ന ഒരു കാര്യം. ഇന്ത്യയിൽ മൈനിൽ ഒരാൾ പോഷ് കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദർ ആർ പീപ്പിൾ ഹൂ ക്യാൻ അഫോർഡ് ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു കാറാണിത്. ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ളൊരു വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്. ആളെ പേര് റിവീൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം പറയുന്നില്ല. 3000 ഏക്കറോളമുള്ള പുള്ളിയുടെ എസ്റ്റേറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ കൺവേർഷൻ നടത്തിയില്ല. പുള്ളിക്ക് ഒരുപാട് വണ്ടികളുണ്ട്, കാർ മാത്രമല്ല ചോപ്പറും പ്രൈവറ്റ് ജെറ്റിലുള്ള ആളാണ്. എനിക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്ത ആളെ. അപ്പോൾ ആ വ്യക്തിക്ക് ലെക്സസിൽ വേണം അയാളുടെ ഓഫ് റോഡ് അല്ലെങ്കിൽ അയാളുടെ തോട്ടത്തിൽ പോയിട്ട് പണിയിലെടുക്കുന്നത് നോക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി അങ്ങനെ പോകണമെന്നുണ്ടെങ്കിലുള്ള മാറ്റമാണ് ഓട്ടോസ്റ്റാക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മാറ്റത്തിന് വെറുതെ ഉള്ളൊരു കൺവേർഷൻ ആയിട്ടുള്ള കാണേണ്ടത്, കാരണം ഇതൊരു റിയൽ R&D എല്ലാം നടത്തിയിട്ടുള്ള കൺവേർഷൻ. അതിൻ്റെ ഡീറ്റെയിലാണ് എന്ന് പറയാൻ പോകുന്നത്. സോ ആ ഒരു കൺവേർഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ഏതായാലും നമുക്ക് ആ ഡീറ്റെയിലേക്ക് പോകാം. മൂന്ന് വ്യത്യസ്ത ഇനം മോഡിഫിക്കേഷനാണ് ഈ ലെക്സസ് LX570 ഓട്ടോസ്റ്റാക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒന്ന് അണ്ടർ ബോഡി ഷീൽഡും, മറ്റൊന്ന് റിയർ ബമ്പറും, മൂന്നാമതായിട്ട് വന്നിരിക്കുന്ന ടയർ റാക്കുമാണ്. 3 മോഡിഫിക്കേഷനും ഇവർ ചെയ്തിട്ടുള്ളത് പൂർണ്ണമായൊരു R&D നടത്തിയിട്ടാണ്. R&D ചെയ്യുമ്പോൾ തന്നെ ആദ്യം തിരഞ്ഞെടുത്തത് ഹൈ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റിയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചറായിട്ട് നിൽക്കുന്നത്. അണ്ടർ ബോഡി ഷീൽഡും ബമ്പറും ടയർ റാക്കും എല്ലാം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓട്ടോഡെക്സ് ഫ്യൂഷൻ 360 എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെയാണ് സ്ട്രെസ് സ്ട്രെയിൻ അനാലിസിസും നടത്തിയിട്ടുള്ളത്. ഇതിലൂടെ ഈ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്ന കോമ്പണൻസിന്റെ സ്ട്രെങ്ത് അറിയാൻ സാധിക്കും. 5 പാർട്ടായിട്ടാണ് അണ്ടർ ബോഡി ഷീൽഡിംഗ് വന്നിട്ടുള്ളത്. ഈ അനാലിസിസ് വെച്ച് നടത്തിയിട്ടുള്ള പഠനത്തിൽ 14 ടൺ ഭാരമുള്ള ഇമ്പാക്ട് വരെ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അണ്ടർ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നത് 5 ടൺ ഭാരമുള്ള ഇമ്പാക്റ്റുമാണ്. ഗ്യാപ്പും കാര്യവും ഇല്ലാത്ത എയറോഡൈനാമിക്സ് നഷ്ടപ്പെടാത്ത രീതിയിലുള്ള സീംലെസ്സും ആംഗുലർ ഇമ്പാക്റ്റുമായിട്ടുള്ള ഫിറ്റിംഗ് ആണ് അണ്ടർ ബോഡി ഷീൽഡിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് സഹായകമായതും ഓട്ടോഡെസ്ക് ഫ്യൂഷൻ 360 ഡിസൈൻ ചെയ്തുകൊണ്ടാണ്. അണ്ടർ ബോഡി ഷീൽഡിൽ മറ്റു കൊടുത്തിരിക്കുന്ന ഒരു ഫീച്ചറിൽ ഒന്നാണ് ഗ്രാവൽ ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് സാധാരണ ഓഫ് റോഡ് ചെയ്യുമ്പോൾ കയറുന്ന ചരലും ചെറിയ കല്ലുകളെല്ലാം തന്നെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകാനുള്ള ഒരു സംവിധാനമാണ്. കൂടുതൽ മെക്കാനിക്കൽ ഡാമേജുകൾ കുറയ്ക്കാൻ സഹായിക്കും. 5 അണ്ടർ ബോഡി ഷീൽഡ് ആയിട്ടാണ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ 6 mm തിക്കായിട്ടുള്ള സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അണ്ടർ ഷീൽഡ് ബോഡിയിൽ വന്നിരിക്കുന്ന 1 ഇഞ്ചിന്റെ
രണ്ട് എഞ്ചിൻ പ്ലേറ്റും ട്രാൻസ്മിഷൻ പ്ലേറ്റുമാണ്. ഇത് മേജറായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഒഴിവാക്കാനും എഞ്ചിനും ഗിയർ ബോക്സും പ്രൊട്ടക്ട് ചെയ്യാനും സഹായിക്കും. ഇതിന് പുറമെ അണ്ടർബോഡി ഷീൽഡിൽ നൽകിയിട്ടുള്ളത് 4 mm തിക്നെസ്സുള്ള വൈബ്രേഷൻ പാഡുകളും അതുപോലെ തന്നെ 10 mm തിക്നെസ്സുള്ള തിക്ക് റബ്ബർ ബുഷിങ്ങുകളുമാണ്. ഒരു തരത്തിലുള്ള വൈബ്രേഷൻ ബോഡിക്ക് എഫക്ട് ചെയ്യാതെ യാത്ര സുഖകരമാക്കാൻ സഹായിക്കുന്നു. ലെക്സസിന്റെ ഡിസൈൻ ഐഡന്റിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് റിയർ ബമ്പറിന് നൽകിയിട്ടുള്ളത്. ആംഗുലർ ആയിട്ടുള്ള രൂപമാണ് ഈ ബമ്പറിനുള്ളത്. ഇത് കൂടുതൽ ഇമ്പാക്ട് അബ്സോർപ്ഷന് സഹായകമായിട്ടാണ് നൽകിയിട്ടുള്ളത്. റിയർ ബമ്പർ ആണെങ്കിൽ ഷാസിയുമായിട്ട് ഡയറക്ട്ലി ആണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് റിയർ ബമ്പറിനെ സ്ട്രെങ്തനിങ്ങിന് സഹായകമാവുന്ന ഒരു കാര്യമാണ്. ടയർ റാക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷനാലിറ്റിയും അതുപോലെ തന്നെ ഡിസൈനും കണക്കിലെടുത്തിട്ട് തന്നെയാണ്. എന്നാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹൈ സ്ട്രെങ്ത് സ്റ്റീല് കൂടുതൽ ഭാരം വഹിക്കാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം ഓഫ് റോഡ് എല്ലാം ചെയ്യുന്ന സമയത്ത് ഇത്തരം വെയിറ്റ് ഉള്ള വീൽ അതിൽ നിന്നും വരുന്ന വൈബ്രേഷൻ ഇമ്പാക്റ്റുകളും കൂടുതൽ ബോഡി ഡാമേജ് ഇല്ലാതിരിക്കാൻ സഹായകമാക്കുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോൾട്ടും വാഷറും നട്ട്സും എല്ലാം തന്നെ സ്പെഷ്യലി മെയ്ഡ് ടു ഓർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്വീഡനിൽ നിന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. R&Dയും ഡിസൈനും എക്സിക്യൂഷനും കഴിഞ്ഞ് വണ്ടി ഈ രൂപത്തിലാവാൻ മൊത്തം പ്രോജക്റ്റ് ടൈം എടുത്തിരിക്കുന്നത് 3 മാസമാണ്. കോസ്റ്റ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ആവശ്യമുള്ളവർക്ക് നേരിട്ട് ഓട്ടോസ്റ്റാക്കുമായി ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഡിസൈൻ ചെയ്ത് കോസ്റ്റ് നൽകുന്നതായിരിക്കും. ഈ ലെക്സസിന്റെ കാര്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ പുറമേ കാണാവുന്നത് റിയറിലാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അണ്ടർ ദ ബോഡിയും ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പുറമേ കാണാവുന്ന കാര്യങ്ങൾ ആദ്യം എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കാം. സാധാരണ ലെക്സസിന് പുറകില് സ്റ്റെപ്പിനി വരാറില്ല, അണ്ടർ ബോഡിയാണ്. ഇപ്പോഴത്തെ ലാൻഡ് ക്രൂസറിലും എല്ലാം തന്നെ ഇന്ത്യയിൽ വന്നിരുന്നത് അണ്ടർ ബോഡി ആയിട്ടായിരുന്നു. പുറമെ ചിലപ്പം പുറത്ത് വിൽക്കുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു കേസിൽ ലെക്സസിന് അങ്ങനെ വരാത്തതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ആ ഒരു യൂണിറ്റ് ഇവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും പ്രസൻറ്റേഷൻസും എല്ലാം ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ മറ്റൊരു മാറ്റമുള്ള ബമ്പറാണ്. ബമ്പർ ഇതുപോലെ അല്ല ലെക്സസിന് വന്നിരുന്നത്. ഇത് കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്തിട്ടുള്ള മെറ്റൽ ബമ്പറാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീലും ശരിക്കും മൂവ് ചെയ്യാൻ പറ്റും, തുറക്കാനുള്ള രീതിയിൽ ഇവിടുന്ന് അൺലോക്ക് ചെയ്തിട്ട് തുറന്നിക്കാൻ പറ്റുന്ന രീതിയിലാണ്. സോ ഞാൻ ഇത് കാണിക്കാൻ കാരണം സാധാരണ നമ്മൾ പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസും കാണാറുണ്ട്. മോഡിഫിക്കേഷൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും നമുക്ക് ചുറ്റും കാണാൻ പറ്റും. സോ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പം ബേസിക്കലി പലപ്പോഴും പ്രശ്നമാവാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്. സോ കാർ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് എലമെന്റ്, ഒരുപാട് എഞ്ചിനീയറിംഗ് കയറിയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കാർ എന്ന് പറയുന്നത്. ഇത് ബിൽഡ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നോക്കാറുണ്ട്. അതിൻ്റെ പല രീതിയിലുള്ള ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ബാലൻസിങ്ങും ഡൈനാമിക്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള രീതിയിലാണ് ആക്ച്വലി ഒരു കാർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വേണ്ടത് ശരിയായ ഒരു R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തിയിട്ടാണ് ആ മാറ്റങ്ങൾ വരുന്നത്. അതില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. സാധാരണ നമ്മൾ ഈ ഒരു കാറിൻ്റെ മൊത്തത്തിലുള്ളൊരു വെയിറ്റ് എടുത്തു, അതിൻ്റെ ബാലൻസ്, അതിൻ്റെ ഡൈനാമിക്സ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അതിലൊരു മാറ്റം വരുത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മാറ്റം വരുത്തുമ്പം സയൻറ്റിഫിക്കലി എന്തൊക്കെ മാറ്റങ്ങൾ ബോഡിക്കും അതുപോലെ ഡ്രൈവിനും അതിൻ്റെ സേഫ്റ്റിക്കും എല്ലാം സംഭവിക്കും എന്ന് സ്റ്റഡി ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്. അത് പലപ്പോഴും നടക്കാത്തതുകൊണ്ടാണ് പല മോഡിഫിക്കേഷൻസും ഫെയിൽ ആവാറുള്ളത്. സോ ഈ ഒരു കേസിൽ ഓട്ടോസ്റ്റാക്ക് റിയൽ ആയിട്ട് ഒരു R&D നടത്തിയിട്ടാണ് ഈ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുള്ളത്. ഇത് റിയൽ ഓഫ് റോഡർ വെഹിക്കിൾ ആണ്. പക്ഷേ ഓഫ് റോഡർ വെഹിക്കിൾ ആണെങ്കിലും ചില അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരും. നമ്മൾ പോകുന്ന ഏത് കണ്ടീഷൻസിലാണോ എന്ന് വെച്ചാൽ ആ രീതിയിൽ. കാരണം അതിനൊരു കാര്യം കൂടി ഞാൻ പറയാം. കാരണം സാധാരണ മുമ്പത്തെ കാലത്തെല്ലാം ഒരു ഓഫ് റോഡർ വെഹിക്കിൾ ഉണ്ടാക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ വില്ലീസോ ജീപ്പ് മുതൽ ഡിഫൻഡറോ ഇപ്പം എൻ്റെ അടുത്തുള്ള G-Wagon'െല്ലാം എടുക്കും, പുറത്തുള്ള ബമ്പറെല്ലാം ഭയങ്കര സ്റ്റീലിൻ്റെ സ്ട്രോങ് ബമ്പറാണ്. പഴയ ലാൻഡ് ക്രൂസറിലും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പം പെഡസ്ട്രിയൻ സേഫ്റ്റി നോർമലും പ്രകാരം പുറത്ത് വണ്ടികൾ കുറേ സോഫ്റ്റർ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് റോഡിൽ ഉപയോഗിക്കുന്ന വണ്ടിയല്ല. കൂടുതൽ ഓഫ് റോഡും അതുപോലത്തെ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് വേറെ ആനിമൽസിനെയോ അല്ലെങ്കിൽ വേറെ മനുഷ്യനൊന്നും തട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഒരു മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടി വരും. കാരണം നമുക്ക് വണ്ടി സേഫ് ആവണം, പോകുന്ന കണ്ടീഷനിൽ ഏറ്റവും എന്താ പറയുക ഡാമേജസ് കുറയ്ക്കുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷൻ വരുത്തിയുള്ളത്. സോ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത്രയെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ കരുതുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് ഇത് ഓഫ് റോഡ് ചെയ്യുന്നില്ല എന്ന്. ആക്ച്വലി ഇതൊരു കസ്റ്റമർ വെഹിക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചില മാന്യതകളെല്ലാം കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അവർ ആദ്യം ഓടിക്കണം. ഇവരുടെ R&D എഞ്ചിനീയേഴ്സ് എല്ലാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ റിപ്പോർട്ട്സാണ് ഞാൻ തന്നിരിക്കുന്നത്. ഐ ട്രസ്റ്റ് ദം ബിക്കോസ് ഐ നോ ദം വെരി ക്ലോസ്ലി. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഓഫ് റോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി അവരുടെ പെർമിഷനോടുകൂടി ചെയ്യണം. അവരൊന്നും ഇപ്പം നമ്മൾ മീറ്റ് ചെയ്യാൻ തന്നെ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല. ബട്ട് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഓൾ ദിസ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഓട്ടോസ്റ്റാക്കിൻ്റെ ഒരു R&D ടീം തന്നെ ഉണ്ട്. പ്രോപ്പർ എഞ്ചിനീയേഴ്സ് വെച്ചിട്ടാണ് R&D ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഓഫ് റോഡിങ് ഒരു കൺവേർഷനാണ് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത്. ഇനി മോഡ് ടു ഫോളോ എന്നുള്ള മനസ്സിലാക്കാൻ പറ്റില്ല.
എനിവേ ഈ ഒരു എക്സ്പീരിയൻസ് കാരണം നമ്മൾ പലപ്പോഴും മോഡിഫിക്കേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കൺവേർഷനെ കുറിച്ചിട്ടും എല്ലാം തന്നെ എപ്പിസോഡ് വേണമെന്ന് പറയാറുണ്ട്. ചെയ്യുമ്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ത് സാധനം ചെയ്യാൻ കരുതി. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലെക്സസിൻ്റെ LX570 തന്നെ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ ഇന്ത്യ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടു ഡു ഇറ്റ് ഇൻ ഇന്ത്യ. ഇൻ ഗ്ലോബലി തന്നെ ഇതുപോലൊരു പ്രോജക്റ്റ് ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഒരു പ്രോട്ടോടൈപ്പ് മാത്രമായിട്ടാണ്. അപ്പം ഇതൊരു ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് തന്നെ പറയാവുന്നതാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആസ്വദിച്ചെന്ന് വരുന്നു, എൻജോയ് ചെയ്ത് വരുന്നു, ഇഷ്ടപ്പെടുന്നു വരുന്നു. എന്നാലും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്താണ് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീൽ.